ഇത് ഫെയ്ത്ത് ഗ്ലാസസ് ആണ്. ഫെയ്ത്ത് ഗ്ലാസസ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ഒരുപക്ഷെ ഇന്ന് സൗഖ്യമില്ലായിരിക്കാം, നിങ്ങൾ പക്ഷെ കാണുന്നത് ഹീലിംഗ് മാത്രമായിരിക്കും. ഇന്നത്തെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ, ഫിനാൻഷ്യൽ ട്രബിൾസ് റിയാലിറ്റിയാണ്. സീ യുവർ സെൽഫ് പ്രോസ്പെറസ്, നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് കാണുക. വിശ്വാസ കണ്ണാൽ കാണുക എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്, സ്പിരിച്വൽ ട്രൂത്താണ്, സ്പിരിച്വൽ സീക്രട്ട് തന്നെയാണ്. നിങ്ങളുടെ നാളത്തെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങൾ ഇന്ന് കാണുന്ന കാഴ്ചകളാണ്. ആ കാഴ്ചകൾ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ നാച്ചുറൽ വിഷനിൽ കൂടിയാണോ കാണുന്നത്, അതോ സ്പിരിച്വൽ വിഷൻ അല്ലെങ്കിൽ വിശ്വാസ കണ്ണുകളിൽ കൂടിയാണോ കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറ്റം വരുത്തുക. അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രായനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് വിശ്വാസം എന്നതിനെക്കുറിച്ചാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയം ആണ് എന്നുള്ള ആ ഒരു വചനത്തെക്കുറിച്ചാണ് ഞാൻ അന്ന് പറഞ്ഞത്. അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെ ആശ ഉറപ്പിച്ച് വിശ്വസിച്ചത് കൊണ്ട് അബ്രഹാം കാണാത്ത തൻ്റെ മകനെ ഈ വർഷങ്ങൾക്ക് ശേഷം കണ്ടു എന്നുള്ള ആ ഒരു സ്ക്രിപ്ചർ ആസ്പദമാക്കിയായിരുന്നു വിശ്വാസം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇന്ന് പിന്നെയും വിശ്വാസം എന്നതിൻ്റെ മറ്റൊരു വശമാണ് ചിന്തിക്കുന്നത്. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയം എന്നുള്ള ആ ഒരു എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ ആ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതേ കാര്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു വചനത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഫോർ വി വാക്ക് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. ഫോർ വി വാക്ക് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. കാഴ്ചയാലല്ല വിശ്വാസത്താലുള്ള നമ്മൾ നടക്കുന്നത്. ഇവിടെയും ഉണ്ടൊരു കാഴ്ചയെക്കുറിച്ചുള്ള ഒരു പറച്ചിൽ. എന്താണ് ഈ കാഴ്ച? മറ്റേ വചനത്തിൽ നമ്മൾ കണ്ടത് കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയമെന്നാണ്. ഇവിടെ പറയുന്നത് നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലല്ലോ നടക്കുന്നത് എന്നുള്ളതാണ്. രണ്ടും ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാഴ്ചയിലല്ല വിശ്വാസത്താലുള്ളോ എന്നുള്ള ഈ വചനത്തിൽ നിന്നും, കാഴ്ച എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വിഷനാണ്. നമ്മുടെ നാച്ചുറൽ വിഷൻ, നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ കാണുന്ന റിയാലിറ്റി, ഇപ്പോഴത്തെ നമ്മുടെ റിയാലിറ്റി. വിശ്വാസത്താലല്ലോ എന്ന് പറയുന്നത് വിശ്വാസ കണ്ണാൽ കാണുന്നതാണ്. നമ്മുടെ നാച്ചുറൽ വിഷൻസ് കൊണ്ട് കാണിക്കുന്നതല്ല വിശ്വാസ കണ്ണാൽ കാണുക എന്ന് പറയുന്നത്. ഈ രണ്ടും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റിയാണ് നാച്ചുറൽ ഐസ് കാണിക്കുന്നത്, നാച്ചുറൽ വിഷൻ കാണിക്കുന്നത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അബ്രഹാമിൻ്റെ തന്നെ ഉദാഹരണമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ദൈവം 75-ാമത്തെ വയസ്സിൽ ഒരു മകനെ വാഗ്ദാനം ചെയ്തപ്പോൾ അബ്രഹാമിൻ്റെ മുമ്പിലുണ്ടായിരുന്ന റിയാലിറ്റി, അബ്രഹാമിൻ്റെ നാച്ചുറൽ വിഷൻ കാണിച്ചു കൊടുത്തത് എന്തായിരുന്നു? വാർദ്ധക്യം മൂലം വൃദ്ധനായ ക്ഷീണിച്ച തൻ്റെ ശരീരം. ഇത് മാത്രമല്ല, സ്ത്രീകളുടെ പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു. ഗർഭപാത്രം ചുരുങ്ങിയ സാറ, വാർദ്ധക്യത്തിലായ സാറ, ഒരു മകനുണ്ടാകാൻ ഒരു പോസിബിലിറ്റിയും ഇല്ലായിരുന്നു. അവരുടെ നാച്ചുറൽ വിഷൻ അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റി അതായിരുന്നു. ഇതാണ് കാഴ്ച എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ കണ്ട ആ ഒരു കാഴ്ച അവരുടെ ജീവിതത്തിലുള്ള പരിമിതികളും ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസുമാണ് അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നിറവേറി കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം അവരെ കാണിച്ചത് 100-ാമത്തെ വയസ്സിൽ അബ്രഹാം കണ്ട ഒരു യാഥാർത്ഥ്യം വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താണ് ഈ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമ്മളെ കാണിക്കുന്നത്? നമ്മുടെ മുമ്പിലുള്ള പരിമിതികൾക്കൊക്കെ അപ്പുറമായിട്ട്, ഇമ്പോസിബിലിറ്റീസിൻ്റെ ഒക്കെ അപ്പുറമായിട്ട് ദൈവത്തിന് എന്തും സാധ്യമാക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസമാണ്, തികഞ്ഞ വിശ്വാസമാണ് വിശ്വാസ കണ്ണാൽ നമ്മളെ കാണിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഏത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ റിയാലിറ്റി എങ്കിലും ഈ റിയാലിറ്റിക്കൊക്കെ അപ്പുറമായിട്ട് പുതിയൊരു റിയാലിറ്റി കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസ കണ്ണാൽ നമ്മൾ കാണാൻ തുടങ്ങും. ദൈവത്തിലുള്ള വലിയ വിശ്വാസം തന്നെയാണ് ഈ വിശ്വാസ കണ്ണാൽ നമ്മളെ കാണാൻ
സാധിക്കുന്നത്. ഇന്ന് നിങ്ങൾ എന്ത് റിയാലിറ്റിയാണ് കാണുന്നത്? കാഴ്ച നിങ്ങളെ കാണിക്കുന്ന റിയാലിറ്റിയാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ വലിപ്പം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഫോർ എക്സാമ്പിൾ സൗഖ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടാണ്, നിങ്ങളുടെ ശരീരത്തിലെ വേദനകളാണ്, നിങ്ങൾ ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന വേദനകൾ തന്നെയാണ്. നിങ്ങളുടെ സിംറ്റംസ് റിയലാണ്, ശരിയാണ്. നിങ്ങളുടെ ഇന്നത്തെ സിറ്റുവേഷൻ അതാണ്, നിങ്ങളുടെ ഇന്നത്തെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഒരിക്കലും മാറത്തില്ല എന്നുള്ള റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും, ഡോക്ടേഴ്സ് എന്നാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായിട്ട് നാളെ മറ്റൊരു റിയാലിറ്റി എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്താൻ കഴിയും എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. എത്രയോ വാഗ്ദാനങ്ങൾ ദൈവം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജനത്തെ ഞാൻ സൗഖ്യമാക്കും, വലിയൊരു വാഗ്ദാനം തന്നെയാണ്. ഐ ഹീൽ മൈ പീപ്പിൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, ബൈ ഹിസ് സ്ട്രൈപ്സ് യു വേർ ഹീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വരുമെന്നല്ല എഴുതിയിരിക്കുന്നത്, യു വേർ ഓൾറെഡി ഹീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ശരീരത്തിലേറ്റ ഓരോ അടികളും നമ്മൾക്ക് വരാനുള്ള ഓരോ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണെന്നുള്ള ശരിയായ ധാരണ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഏത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനെക്കാട്ടിലും, ഏത് വേദനകളുടെ നടുവിലും, ഏത് തരത്തിലുള്ള വലിയ രോഗാവസ്ഥകളാണ് നിങ്ങൾ കാണുന്നതെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിലും, ആ ഒരു വിശ്വാസ കണ്ണാൽ നിങ്ങൾക്ക് സൗഖ്യം നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. വിശ്വാസ കണ്ണാൽ നിങ്ങൾ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഗ്ലാസസ് ആണ്. നമ്മുടെ മുമ്പിലുള്ള മങ്ങിയ, നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ നമ്മളെ സഹായിക്കുന്നതാണ് കണ്ണട. ഇതുപോലെ തന്നെയാണ് വിശ്വാസ കണ്ണട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീയിങ് ത്രൂ ദ ഐസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുക എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇന്ന് കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയം, കാണാത്ത കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ മുമ്പിൽ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ ശരിക്കും നമ്മൾ കാണുന്നില്ല എങ്കിലും ഈ കണ്ണടകൾ കൊണ്ട് നിങ്ങൾ പുതിയൊരു റിയാലിറ്റി കാണാൻ തുടങ്ങുന്നു. ദൈവത്തിലുള്ള വാഗ്ദാനങ്ങൾ കാണാൻ ഇങ്ങനെ ഒരു ഫെയ്ത്ത് ഗ്ലാസസ് വെച്ചേ മതിയാവത്തുള്ളൂ. ഫെയ്ത്ത് ഗ്ലാസസ് വെച്ചാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി നമുക്ക് കാണത്തേയില്ല. രോഗമുണ്ട് എങ്കിലും, ആരൊക്കെ ഒരിക്കലും മാറത്തില്ല എന്നുള്ള രോഗമാണെന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിലും, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും എന്നുള്ള വൻ വിശ്വാസത്തിൽ സൗഖ്യം കാണാൻ നിങ്ങളെ ഈ ഒരു വിശ്വാസ കണ്ണട സഹായിക്കുന്നതായിരിക്കും. വിശ്വാസത്താൽ ഏത് കാര്യങ്ങളെയും, ഏത് സിറ്റുവേഷനുകളെയും ഓവർകം ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. വിശ്വാസ കണ്ണാടി എന്ന് പറയുന്നത് സ്പിരിച്വൽ കണ്ണാടിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻസ് ശരിയായിരിക്കും, പക്ഷേ അബ്രഹാം കണ്ടതുപോലെ തന്നെ 75-ാമത്തെ വയസ്സിൽ കിട്ടിയ വാഗ്ദാനം 80-ാമത്തെ വയസ്സിലും കിട്ടിയില്ല. എങ്കിലും ദൈവത്തിൽ അവിശ്വസിച്ചില്ല. 80 വയസ്സായി, 85 വയസ്സായി, 90 വയസ്സായി, 95 വയസ്സായി, 99 വയസ്സായിട്ടും 25 വർഷങ്ങൾ വേണ്ടി വന്നു അബ്രഹാമിന് വാഗ്ദാനങ്ങൾ നിവർത്തിയായിട്ട് കാണാൻ. പക്ഷെ അപ്പോഴും കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചതുകൊണ്ട് അബ്രഹാമും സാറയും ഇങ്ങനെയൊരു വിശ്വാസ കണ്ണടയിൽ കൂടി അവർക്ക് കിട്ടാൻ പോകുന്ന വാഗ്ദത്തെക്കുറിച്ചും ഒരു പുതിയൊരു ഭാവിയെക്കുറിച്ചും അവർ കണ്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസങ്ങളുടെ പിതാവ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ തന്നെ കിട്ടി അബ്രഹാമിന്. നിങ്ങളെ ഓരോരുത്തരെയും ഏത് സിറ്റുവേഷനുകളിലാണെങ്കിലും നിങ്ങളുടെ റിയാലിറ്റി ഒക്കെ മാറ്റാനുള്ള ഒരു കണ്ണടയായിട്ട്, മങ്ങിയ നിങ്ങൾ കാണാത്ത ആ ഒരു കാഴ്ച, വിശ്വാസ കണ്ണാൽ നിങ്ങളെ കാണാൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സഹായകമാകട്ടെ. ഇത് ഫെയ്ത്ത് ഗ്ലാസസ് ആണ്. ഫെയ്ത്ത് ഗ്ലാസസ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ ഈ ഒരു ഫെയ്ത്ത് ഗ്ലാസസ് വെച്ചാൽ പിന്നെ നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇന്ന് സൗഖ്യമില്ലായിരിക്കാം, നിങ്ങൾ പക്ഷെ കാണുന്നത് ഹീലിംഗ് മാത്രമായിരിക്കും. ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ് എന്നുള്ള ആ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സൗഖ്യം
തനിയെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നതായിട്ട് നിങ്ങൾ കാണും. നിങ്ങളുടെ വിശ്വാസ കണ്ണടകൾ കൊണ്ട് ആദ്യം കാണുന്ന കാര്യമാണ് പിന്നീട് നിങ്ങളുടെ നാച്ചുറൽ വിഷൻ കൊണ്ട്, നാച്ചുറൽ ഐസ് കൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത്. നാച്ചുറൽ ഐസ് കൊണ്ട് നിങ്ങൾ കാണണമെങ്കിൽ ആദ്യം വിശ്വാസ കണ്ണടയിൽ കൂടി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇത് സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. വിശ്വാസത്തിൻ്റെ വലിയൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ തന്നെയാണ്. ആദ്യം വിശ്വാസ കണ്ണാടി കൊണ്ട് കാണുക, വിശ്വാസ കണ്ണാൽ കാണുക. അത് ദൈവം നിങ്ങളെ നിങ്ങളുടെ നാച്ചുറൽ വിഷനിൽ കൂടെ നിങ്ങളുടെ ശരിക്കുമുള്ള റിയാലിറ്റി ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഈ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ഈ ഒരു സ്പിരിച്വൽ സീക്രട്ട് മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളെയും സിറ്റുവേഷനുകളെയും ഓവർകം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് വിശ്വാസ കണ്ണുകളാൽ കാണുക എന്നുള്ളത്. ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കഷ്ടമാണ് ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് പറയുന്നത്. ഇന്ന് മെയ് 21-ാം തീയതിയാണ്, 2025 21-ാമത്തെ ദിവസം, മെയ് മാസം. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ കടക്കാരനായിരിക്കാം, നിങ്ങളുടെ പോക്കറ്റിൽ കാശില്ലായിരിക്കാം, നിങ്ങൾ ഒരുപാട് ജോലികൾക്കൊക്കെ ഇൻ്റർവ്യൂസിന് പോയിട്ട് അത് ഫെയിൽഡായി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടു പോയ ഒരാളായിരിക്കാം, രണ്ടറ്റവും കൂട്ടിമുട്ടാൻ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരാളായിരിക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ, ഫിനാൻഷ്യൽ ട്രബിൾസ് റിയാലിറ്റിയാണ്, നിങ്ങൾ കാണുന്നതാണ്, യാഥാർത്ഥ്യം തന്നെയാണ്, ശരിയാണ്, ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ ബൈബിൾ എന്താണ് പറയുന്നത്? യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, ഐ ലാക്ക് നത്തിങ്. ആ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പരാധീനതകളും നിങ്ങളുടെ സാമ്പത്തിക കഷ്ടപ്പാടും ഒക്കെ കാണാതിരിക്കാൻ ശ്രമിക്കുക. പകരം നിങ്ങൾ കാണുക ഐ ആം പ്രോസ്പെറസ് എന്നുള്ള ഈ ഒരു വാഗ്ദാനം, വിശ്വാസ പ്രമാണം ചൊല്ലുക. ഐ ആം പ്രോസ്പെറസ്. ഇന്ന് ഞാൻ കടക്കാരനാണെങ്കിലും ദൈവം നാളെ എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു പ്രോസ്പെരിറ്റിയെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുക, അതിനെക്കുറിച്ച് പറയുക. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, അവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് തരും എന്നുള്ള എത്രയോ വാഗ്ദാനങ്ങളാണ് ബൈബിളിലുള്ളത്. പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുണ്ട്, പല സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ തന്നെ ഉണ്ട്. സീ യുവർ സെൽഫ് പ്രോസ്പെറസ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. തൻ്റെ മക്കളെ പ്രോസ്പെറസ് ആക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ, ഇറ്റ് ഈസ് ഹിസ് ഹാർട്ട്. നിങ്ങളെ കടക്കാരനായിട്ട് കാണാനല്ല ദൈവം, നിങ്ങളെ കടം കൊടുക്കുന്നവനായിട്ട് കാണാനാണ് ദൈവത്തിന് ആഗ്രഹം. ആ ഒരു പ്രോമിസസിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് മുതൽ പ്രോസ്പെരിറ്റി കാണുക. ഇന്നത്തെ റിയാലിറ്റി ദൈവം മാറ്റാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളെ നാളത്തെ പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കട്ടെ. ഇന്നൊരു പക്ഷെ നിങ്ങൾ കുറവുകളുള്ള ആളായിരിക്കും, വീക്ക് ആയിരിക്കും. ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്. ഇന്ന് മുതൽ നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് കാണുക. എത്ര പ്രവചനങ്ങളുണ്ട്, എത്ര പ്രോമിസസ് ഉണ്ട് ബൈബിളിൽ. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ചൻ ബൈബിളിൽ വെക്കാതിരുന്നത്? ഈ ഒരു വിശ്വാസ കണ്ണാൽ നാളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണുക. സീയിങ് ത്രൂ ദ ഐസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇന്നത്തെ യാഥാർത്ഥ്യം അത് സത്യമാണ്, പക്ഷേ നാളെ മറ്റൊരു യാഥാർത്ഥ്യമാണ് ദൈവം എനിക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള വാഗ്ദാനങ്ങളിൽ നിങ്ങൾ കണ്ണു നടുക. വിശ്വാസ കണ്ണാൽ കാണുക എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്, സ്പിരിച്വൽ ട്രൂത്താണ്, സ്പിരിച്വൽ സീക്രട്ട് തന്നെയാണ്. നിങ്ങളുടെ നാളത്തെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങൾ ഇന്ന് കാണുന്ന കാഴ്ചകളാണ്. ആ കാഴ്ചകൾ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ നാച്ചുറൽ വിഷനിൽ കൂടിയാണോ കാണുന്നത്, അതോ സ്പിരിച്വൽ വിഷൻ അല്ലെങ്കിൽ വിശ്വാസ കണ്ണുകളിൽ കൂടിയാണോ കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറ്റം വരുത്തുക. So come fall in love with Jesus and fall in love with the word of God.